ഇപ്പൊ ഒരു വലിയ ഉസ്താദിന്റെ ഒക്കെ അടുത്ത് പോകും, വലിയ ഉസ്താദിന്റെ അടുത്ത് പോകും. എന്നിട്ട് ഉസ്താദിന്റെ അടുത്തുനിന്ന് നാട്ടിലേക്കോ ഭാര്യക്കോ വീട്ടിലേക്കോ ഫോൺ വിളിക്കും. കൂട്ടുകാർക്ക് വിളിച്ചിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് പിന്നെ പറയും, ഞാൻ കുറച്ചേറ്റ് വിളിക്കാം, ഞാൻ ഉസ്താദിന്റെ അടുത്താണ് ഉള്ളത്. അത് പറയാലാണ് മൂപ്പരുടെ മെയിൻ മുറാദ്. അതിനാണ് ഇങ്ങോട്ട് വിളിച്ചത് മഹാൻ. എങ്ങനെയുണ്ട് ഈ അസുഖം? എങ്ങനെയുണ്ട് നിങ്ങളെ? ഇനി വേറെയും ഉണ്ടാവും ചിലപ്പോ വാട്സപ്പില്, ഞാൻ തങ്ങളടുത്താണ് ഉള്ളത്, നിങ്ങൾക്ക് ഞാൻ ദ്വാരപ്പിക്കാം. ഓരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ തങ്ങളടുത്താണ് ഉള്ളത് എന്നാണ് ഈ പറയുന്നതിന്റെ മെയിൻ മുറാദ്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിന്റെ ഒക്കെ താല്പര്യം? ഷെഹറാൻ ഇമാമത അവിടുത്തെ അൽ കൗകബു ഷാഹിഖ് ഫിൽ ഫർഖി ബൈനൽ മുരീദി സ്വാദിഖ് വഗൈരി സ്വാദിഖ് എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്, വദുആഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ. ചില ആൾക്കാരെ ആലിമീങ്ങളെയും നേതാക്കളെയും ക്ഷണിക്കും എടുത്തേക്ക്, ഇലാ ഹുളൂരി വലീമത്തിഹി, തന്റെ വീട്ടിലെ വിവാഹ സദ്യക്കോ ഹൗസ് വാമിങ്ങിനോ ക്ഷണിക്കും. എന്തിന്? ലിയശ്റഫി ഖുലൂബിൻ നാസ്, ജനങ്ങളെ മനസ്സിൽ ഭയങ്കര മൂപ്പരുടെ നിക്കാഹിനെ ആരെല്ലാം വന്ന് ആ മൂപ്പരും ഡയലോഗുകൾക്കും, എന്റെ 4 മക്കളുടെ നിക്കാഹ് കഴിച്ചത് ഇൻഷാ അല്ലാഹ് ഓറിപ്പം വരും, കുറച്ച് ഇപ്പം വരും, ഇങ്ങനെ സ്റ്റെപ്പായി പറഞ്ഞു കൊടുക്കും. അതിന് ഷെഹറാൻ ഇമാം ഒരു ഖബർ പറയുന്നുണ്ട്, വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, ഓൻ ദുനിയാവിലും ആഖിറത്തിലും നശിച്ചു പോകാനുള്ള ഒരു കാരണമാവുന്നല്ലാതെ ആഖിറത്തിലൊന്നും അതിനെ കൊണ്ട് കിട്ടാൻ പോണില്ല. നാട്ടാർ വലിയ ആളാവുക. അങ്ങനെയൊന്നും നമ്മളാവരുത്. ഇതിനാണ് നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെ താല്പര്യം. യൂണിറ്റിലെ വളരെ നിഷ്കളങ്കരായ പ്രവർത്തകർ കൊടികെട്ടിയും അധ്വാനിച്ചും ഉറക്കൊഴിഞ്ഞും സിറാത്ത് വാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ജാടകളുമായിട്ട് നടന്ന നമ്മളെ നരകത്തിൽ കാണേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വാഖ്ലിസിൽ അമല, മോനെ അമലിൽ ഇഖ്ലാസ് ഉണ്ടാവണം. അള്ളയാണ് സ്വീകരിക്കേണ്ടത്. അള്ള കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ. അള്ളാഹ്ക്കറിയാം, അള്ള നല്ല നിരീക്ഷകനാണ്. അള്ളാഹു ഇതൊക്കെ കറക്റ്റ് നോക്കും. പൊടിപടലങ്ങളുള്ളത് അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു ത്വയ്യിബാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ത്വയ്യിബാണ്. ത്വയ്യിബല്ലാത്ത നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല.